ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ സെൻറ്റൻസസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ശൈത്യകാല അവധിക്ക് ശേഷം സ്കൂളുകൾ ബുധനാഴ്ച പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. സ്കൂൾസ് വെയർ earlier slated to resume on Wednesday after the winter break. ശൈത്യകാലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻ്റർ. ശൈത്യകാല അവധി, വിൻ്റർ ബ്രേക്ക്. ശേഷം, ആഫ്റ്റർ. പുനരാരംഭിക്കുക, റെസ്യൂം. നേരത്തെ, ഏർലിയർ. അറിയിക്കുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ലേറ്റ്. സ്കൂൾസ് വെയർ earlier slated to resume on Wednesday after the winter break. ശൈത്യകാല അവധിക്ക് ശേഷം സ്കൂളുകൾ ബുധനാഴ്ച പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. Processes have been initiated for the procurement of agricultural products. കാർഷികോൽപ്പന്നങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. വാങ്ങുക, പ്രൊക്യൂർ. ആരംഭിക്കുക, ഇനിഷ്യേറ്റ്. നടപടികൾ, പ്രോസസ്സസ്. Processes have been initiated for the procurement of agricultural products. കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് ഒരു സ്ത്രീ മരിച്ചു. A woman died after falling off a moving train. ഓടുന്ന ട്രെയിൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മൂവിംഗ് ട്രെയിൻ. വീഴുക, fall. മരിക്കുക, die. മരിച്ചു, died. സ്ത്രീ, woman. A woman died after falling off a moving train. ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് ഒരു സ്ത്രീ മരിച്ചു. നിലവിലുള്ള കാലാവസ്ഥ കണക്കിലെടുത്ത് പ്രൈമറി വിഭാഗങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ടാകില്ല. In view of the prevailing weather conditions, there will be no classes for primary sections. നിലവിലുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രിവെയിലിംഗ്. കാലാവസ്ഥ, വെതർ. കണക്കിലെടുത്ത്, ഇൻ വ്യൂ ഓഫ്. പ്രൈമറി വിഭാഗങ്ങൾ, പ്രൈമറി സെക്ഷൻസ്. In view of the prevailing weather conditions, there will be no classes for primary sections. നിലവിലുള്ള കാലാവസ്ഥ കണക്കിലെടുത്ത് പ്രൈമറി വിഭാഗങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ടാകില്ല. ഇന്നലെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ടായി. Yesterday there was isolated heavy rainfall accompanied by thunderstorms. ഇന്നലെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് yesterday. ഒറ്റപ്പെട്ട, ഐസൊലേറ്റഡ്. കനത്ത മഴ, ഹെവി റെയിൻഫോൾ. ഒറ്റപ്പെട്ട കനത്ത മഴ, ഐസൊലേറ്റഡ് ഹെവി റെയിൻഫോൾ. അതോടൊപ്പം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അക്കമ്പനീഡ്. ഇടിമിന്നൽ, തണ്ടർസ്റ്റോം. യെസ്റ്റർഡേ ദർ വാസ് ഐസൊലേറ്റഡ് ഹെവി റെയിൻഫോൾ അക്കമ്പനീഡ് ബൈ തണ്ടർസ്റ്റോംസ്. ഇന്നലെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ടായി. സംസ്ഥാന ഏജൻസികൾ നെല്ലും കൊപ്രയും സംഭരിച്ചു. സ്റ്റേറ്റ് ഏജൻസീസ് പ്രൊക്യൂർഡ് പാഡി ആൻഡ് കൊപ്ര. സംസ്ഥാന ഏജൻസികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ് ഏജൻസീസ്. നെല്ലും കൊപ്രയും, പാഡി ആൻഡ് കൊപ്ര. സംഭരിക്കുക, പ്രൊക്യൂർ. സംഭരിച്ചു, പ്രൊക്യൂർഡ്. സ്റ്റേറ്റ് ഏജൻസീസ് പ്രൊക്യൂർഡ് പാഡി ആൻഡ് കൊപ്ര. സംസ്ഥാന ഏജൻസികൾ നെല്ലും കൊപ്രയും സംഭരിച്ചു. നൊമ്പരത്തിൻ്റെ കണ്ണീരും നഷ്ടത്തിൻ്റെ വേദനയുമാണ് ആ സംഭവം സാക്ഷ്യം വഹിച്ചത്. ദ ഇവന്റ് വിറ്റ്നസ്ഡ് ടീയേഴ്സ് ഓഫ് ആംഗ്വിഷ് ആൻഡ് പെയിൻ ഓഫ് ലോസ്. നൊമ്പരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആൻഗ്വിഷ്. കണ്ണുനീർ, ടീയേഴ്സ്. നഷ്ടം, ലോസ്. വേദന, പെയിൻ. സംഭവം, ഇവന്റ്. സാക്ഷ്യം വഹിക്കുക, വിറ്റ്നസ്. ദ ഇവന്റ് വിറ്റ്നസ്ഡ് ടീയേഴ്സ് ഓഫ് ആംഗ്വിഷ് ആൻഡ് പെയിൻ ഓഫ് ലോസ്. നൊമ്പരത്തിൻ്റെ കണ്ണീരും നഷ്ടത്തിൻ്റെ വേദനയുമാണ് ആ സംഭവം സാക്ഷ്യം വഹിച്ചത്. ഇനി മുതൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് പണം നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കും. From now on, the products of farmers will be procured and the money will be directly transferred to their accounts. ഇനി മുതൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്രം നൗ ഓൺ. കർഷകർ, ഫാർമേഴ്സ്. ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്. സംഭരിക്കുക, പ്രൊക്യൂർ. പണം, മണി. നേരിട്ട്, ഡയറക്ട്ലി. അയക്കുക, ട്രാൻസ്ഫർ. From now on, the products of farmers will be procured and the money will be directly transferred to their accounts. ഇനി മുതൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് പണം നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കും. കഴിഞ്ഞ ദിവസം റോഡുകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതായി നിരവധി പേരാണ് പരാതി ഉന്നയിച്ചത്. Several people raised complaints about the heavy traffic on the roads yesterday. കഴിഞ്ഞ ദിവസം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് yesterday. ഗതാഗതക്കുരുക്ക്, ട്രാഫിക്.
നിരവധി ആളുകൾ, സെവറൽ പീപ്പിൾ. പരാതി, കംപ്ലൈൻറ്റ്. ഉന്നയിക്കുക, റേസ്, ഉന്നയിച്ചു, റേസ്ഡ്. സെവറൽ പീപ്പിൾ റേസ് കംപ്ലൈൻറ്റ്സ് അബൌട്ട് ദ ഹെവി ട്രാഫിക് ഓൺ ദ റോഡ്സ് യെസ്റ്റർഡേ. കഴിഞ്ഞ ദിവസം റോഡുകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതായി നിരവധി പേരാണ് പരാതി ഉന്നയിച്ചത്. വ്യാപാരികളും ഇടനിലക്കാരും കർഷകരുടെ കാര്യങ്ങളിൽ പ്രതികൂലമായി ഇടപെടുന്നു. ട്രേഡേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ആർ ഇൻ്റർഫിയറിംഗ് നെഗറ്റീവ്ലി ഇൻ ദ ഫാർമേഴ്സ് ബിസിനസ്. വ്യാപാരികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രേഡേഴ്സ്, ഇടനിലക്കാർ, ഇൻ്റർമീഡിയറീസ്. കർഷകർ, ഫാർമർ. കർഷകരുടെ കാര്യങ്ങളിൽ, ഫാർമേഴ്സ് ബിസിനസ്. പ്രതികൂലമായി, നെഗറ്റീവ്ലി. ഇടപെടുക, ഇൻ്റർഫിയർ. ട്രേഡേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ആർ ഇൻ്റർഫിയറിംഗ് നെഗറ്റീവ്ലി ഇൻ ദ ഫാർമേഴ്സ് ബിസിനസ്. വ്യാപാരികളും ഇടനിലക്കാരും കർഷകരുടെ കാര്യങ്ങളിൽ പ്രതികൂലമായി ഇടപെടുന്നു. പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കും. സ്കൂൾസ് വിൽ ഓർഗനൈസ് ഓൺലൈൻ ക്ലാസ്സസ് ഫോർ ദെയർ സ്റ്റുഡൻസ് ഇൻ പ്രൈമറി ക്ലാസ്സസ്. വിദ്യാർത്ഥികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റുഡൻസ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. സ്കൂൾസ് വിൽ ഓർഗനൈസ് ഓൺലൈൻ ക്ലാസ്സസ് ഫോർ ദെയർ സ്റ്റുഡൻസ് ഇൻ പ്രൈമറി ക്ലാസ്സസ്. പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കും. കൂടെയുള്ള ജീവനക്കാർ സൗകര്യങ്ങളെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. ദി അക്കമ്പനിങ് എംപ്ലോയീസ് കംപ്ലൈൻറ്റ് അബൌട്ട് ദി അമ്യൂണിറ്റീസ് അവൈലബിൾ. കൂടെയുള്ള ജീവനക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അക്കമ്പനിങ് എംപ്ലോയീസ്. സൗകര്യങ്ങൾ, അമ്യൂണിറ്റീസ്. സംബന്ധിച്ച്, അബൌട്ട്. പരാതിപ്പെടുക അല്ലെങ്കിൽ പരാതി പറയുക, കംപ്ലൈൻറ്റ്. പരാതി പറഞ്ഞു, കംപ്ലൈൻറ്റ്. ദി അക്കമ്പനിങ് എംപ്ലോയീസ് കംപ്ലൈൻറ്റ് അബൌട്ട് ദി അമ്യൂണിറ്റീസ് അവൈലബിൾ. കൂടെയുള്ള ജീവനക്കാർ സൗകര്യങ്ങളെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. പ്രകടനത്തിനിടെ ഒരു മത്സരാർത്ഥി പ്ലാറ്റ്ഫോമിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഡ്യൂറിംഗ് ദ പെർഫോമൻസ് എ കണ്ടസ്റ്റന്റ് കൊളാപ്സ്ഡ് നിയർ ദ പ്ലാറ്റ്ഫോം. പ്രകടനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പെർഫോമൻസ്. പ്രകടനത്തിനിടെ, ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. മത്സരാർത്ഥി, കണ്ടസ്റ്റന്റ്. കുഴഞ്ഞു വീഴുക, കൊളാപ്സ്ഡ്. പ്ലാറ്റ്ഫോമിന് സമീപം, നിയർ ദ പ്ലാറ്റ്ഫോം. ഡ്യൂറിംഗ് ദ പെർഫോമൻസ് എ കണ്ടസ്റ്റന്റ് കൊളാപ്സ്ഡ് നിയർ ദ പ്ലാറ്റ്ഫോം. പ്രകടനത്തിനിടെ ഒരു മത്സരാർത്ഥി പ്ലാറ്റ്ഫോമിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഒരു സാക്ഷി കൂറുമാറുകയും പ്രതിക്ക് അനുകൂലമായി മൊഴി മാറ്റുകയും ചെയ്തു. എ വിറ്റ്നസ് ടേൺ ഹോസ്റ്റൈൽ ആൻഡ് ചേഞ്ച് ഹിസ് ടെസ്റ്റിമോണി ഇൻ ഫേവർ ഓഫ് ദി അക്യൂസ്ഡ്. സാക്ഷി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വിറ്റ്നസ്. കൂറുമാറുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടേൺ ഹോസ്റ്റൈൽ. പ്രതി, അക്യൂസ്ഡ്. അനുകൂലമായി, ഇൻ ഫേവർ ഓഫ്. മൊഴി, ടെസ്റ്റിമോണി. മൊഴി മാറ്റുക, ചേഞ്ച് ടെസ്റ്റിമോണി. എ വിറ്റ്നസ് ടേൺ ഹോസ്റ്റൈൽ ആൻഡ് ചേഞ്ച് ഹിസ് ടെസ്റ്റിമോണി ഇൻ ഫേവർ ഓഫ് ദി അക്യൂസ്ഡ്. ഒരു സാക്ഷി കൂറുമാറുകയും പ്രതിക്ക് അനുകൂലമായി മൊഴി മാറ്റുകയും ചെയ്തു. നിലവിലെ തണുത്ത കാലാവസ്ഥ കാരണം അടുത്ത 5 ദിവസത്തേക്ക് സ്കൂളുകൾ അവധിയായിരിക്കും. സ്കൂൾസ് വിൽ റിമെയിൻ ക്ലോസ്ഡ് ഫോർ ദ നെക്സ്റ്റ് 5 days ഡ്യൂ ടു ദ പ്രിവെയിലിംഗ് കോൾഡ് വെതർ കണ്ടീഷൻസ്. നിലവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രിവെയിലിംഗ്. തണുത്ത കാലാവസ്ഥ, കോൾഡ് വെതർ കണ്ടീഷൻസ്. കാരണം, ഡ്യൂ ടു. അടുത്ത 5 ദിവസം, നെക്സ്റ്റ് 5 days. സ്കൂളുകൾ അവധിയായിരിക്കും, സ്കൂൾസ് വിൽ റിമെയിൻ ക്ലോസ്ഡ്. Schools will remain closed for the next 5 days due to the prevailing cold weather conditions. നിലവിലെ തണുത്ത കാലാവസ്ഥ കാരണം അടുത്ത 5 ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധിയായിരിക്കും. താലികെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ പോകും. He will leave the place immediately after the tie the knot ceremony. താലികെട്ട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് tie the knot. ചടങ്ങ്, സെറിമണി. ഉടൻ, immediately. പോകുക, leave. He will leave the place immediately after the tie the knot ceremony. താലികെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ പോകും. തീർച്ചയായും ഇതൊരു അഭൂതപൂർവമായ നിമിഷമാണ്. Indeed, this is an unprecedented moment. തീർച്ചയായും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് indeed. അഭൂതപൂർവമായ അല്ലെങ്കിൽ കീഴ്വഴക്കമില്ലാത്ത, അൺപ്രസിഡന്റഡ്. നിമിഷം, മൊമെന്റ്. Indeed, this is an unprecedented moment. തീർച്ചയായും ഇതൊരു അഭൂതപൂർവമായ നിമിഷമാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കടുത്ത മൂടൽമഞ്ഞ്, നേരിയ മഴ, താപനില കുറയൽ എന്നിവയുണ്ടാകും. There will be dense fog, light rainfall and a temperature drop for the next few days. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് for the next few days. കടുത്ത മൂടൽമഞ്ഞ്, dense fog.
നേരിയ മഴ, ലൈറ്റ് റെയിൻഫോൾ. താപനില കുറയൽ, ടെമ്പറേച്ചർ ഡ്രോപ്പ്. ദർ വിൽ ബി ഡെൻസ് ഫോഗ്, ലൈറ്റ് റെയിൻഫോൾ ആൻഡ് എ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കടുത്ത മൂടൽമഞ്ഞ്, നേരിയ മഴ, താപനില കുറയൽ എന്നിവ ഉണ്ടാകും. ഓഡിയോ ട്രാക്ക് തടസ്സം കാരണം 2 തവണ തൻ്റെ പ്രകടനം നിർത്താൻ അവൻ നിർബന്ധിതനായി. He was forced to stop his performance twice due to an audio track hindrance. തടസ്സം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിൻഡ്രൻസ്. കാരണം ഡ്യൂ ടു. 2 തവണ ട്വൈസ്. പ്രകടനം പെർഫോമൻസ്. നിർത്തുക സ്റ്റോപ്പ്. നിർബന്ധിക്കുക ഫോഴ്സ്. He was forced to stop his performance twice due to an audio track hindrance. ഓഡിയോ ട്രാക്ക് തടസ്സം കാരണം 2 തവണ തൻ്റെ പ്രകടനം നിർത്താൻ അവൻ നിർബന്ധിതനായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി നിർണായക പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. He has made several critical statements in the last few days. കഴിഞ്ഞ ദിവസങ്ങളിൽ, in the last few days. നിരവധി, several. നിർണായക, critical. പ്രസ്താവനകൾ, statements. He has made several critical statements in the last few days. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി നിർണായക പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. മന്ത്രിയുടെ സന്ദർശന ദിവസം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. On the day of the minister's visit, strict regulations will be put in place. മന്ത്രി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മിനിസ്റ്റർ. സന്ദർശനം വിസിറ്റ്. കർശന നിയന്ത്രണങ്ങൾ സ്ട്രിക്റ്റ് റെഗുലേഷൻസ്. ഏർപ്പെടുത്തുക put in place. On the day of the minister's visit, strict regulations will be put in place. മന്ത്രിയുടെ സന്ദർശന ദിവസം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് റോഡ് പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ ടീമിനെ അവർ പ്രശംസിച്ചു. They showered praise on the team for successfully executing road projects in the state. സംസ്ഥാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ്. റോഡ് പദ്ധതികൾ റോഡ് പ്രോജക്ട്സ്. വിജയകരമായി സക്സസ്ഫുള്ളി. നടപ്പാക്കുക എക്സിക്യൂട്ട്. പ്രശംസിക്കുക പ്രൈസ്. ചൊരിയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷവർ. They showered praise on the team for successfully executing road projects in the state. സംസ്ഥാനത്ത് റോഡ് പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ ടീമിനെ അവർ പ്രശംസിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിലെ വെല്ലുവിളികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. He highlighted the challenges involved in the land acquisition. ഭൂമി ഏറ്റെടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാൻഡ് അക്വിസിഷൻ. വെല്ലുവിളികൾ ചലഞ്ചസ്. എടുത്തു പറയുക ഹൈലൈറ്റ്. He highlighted the challenges involved in the land acquisition. ഭൂമി ഏറ്റെടുക്കുന്നതിലെ വെല്ലുവിളികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ഇറപ്റ്റഡ് ആഫ്റ്റർ ദ അറസ്റ്റ് ഓഫ് ദി പാർട്ടി ലീഡർ. പാർട്ടി നേതാവ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പാർട്ടി ലീഡർ. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആഫ്റ്റർ ദി അറസ്റ്റ്. വ്യാപക പ്രതിഷേധം വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ്. ഉയരുക അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇറപ്റ്റ്. വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ഇറപ്റ്റഡ് ആഫ്റ്റർ ദി അറസ്റ്റ് ഓഫ് ദി പാർട്ടി ലീഡർ. പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. കെട്ടിടത്തിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടി. പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് ഗാദേർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. കെട്ടിടം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിൽഡിംഗ്. കെട്ടിടത്തിന് പുറത്ത് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പ്രതിഷേധക്കാർ പ്രൊട്ടസ്റ്റേഴ്സ്. തടിച്ചുകൂടുക ഗ്യാദർ. പ്രൊട്ടസ്റ്റേഴ്സ് ഹാവ് ഗാദേർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടി. പ്രൊഫസർ നിയമനത്തിന് UGC ചട്ടങ്ങൾ അനുശാസിക്കുന്ന എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. He possesses all the qualifications stipulated by the UGC regulations for the appointment of a professor. നിയമനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അപ്പോയിൻമെൻറ്റ്. UGC ചട്ടങ്ങൾ UGC regulations. അനുശാസിക്കുന്ന സ്റ്റിപ്പുലേറ്റ്. എല്ലാ യോഗ്യതകളും all the qualifications. ഉണ്ട് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് possess. അദ്ദേഹത്തിനുണ്ട്. He possesses. He possesses all the qualifications stipulated by the UGC regulations for the appointment of a professor. പ്രൊഫസർ നിയമനത്തിന് UGC ചട്ടങ്ങൾ അനുശാസിക്കുന്ന എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തകരുമായി പോലീസ് ഏറ്റുമുട്ടിയതോടെ മേഖലയിൽ സംഘർഷാവസ്ഥയുണ്ടായി. There was unrest in the region as the police clashed with the workers. പ്രവർത്തകർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്കേഴ്സ്. ഏറ്റുമുട്ടുക ക്ലാഷ്.
മേഖല region. സംഘർഷാവസ്ഥ unrest. There was unrest in the region as the police clashed with the workers. പ്രവർത്തകരുമായി പോലീസ് ഏറ്റുമുട്ടിയതോടെ മേഖലയിൽ സംഘർഷാവസ്ഥയുണ്ടായി. ഇന്ന് പുലർച്ചെ തൻ്റെ വീട്ടിൽ പോലീസ് എത്തിയ രീതിയിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. He expressed surprise over the manner in which the police arrived at his house early this morning. ഇന്ന് പുലർച്ചെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് early this morning. എത്തുക arrive. രീതി manner. ആശ്ചര്യം surprise. പ്രകടിപ്പിക്കുക express. He expressed surprise over the manner in which the police arrived at his house early this morning. ഇന്ന് പുലർച്ചെ തൻ്റെ വീട്ടിൽ പോലീസ് എത്തിയ രീതിയിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. അവൻ കോളിംഗ് ബെൽ അടിച്ചില്ല, ഉടനെ എൻ്റെ വീട്ടിൽ കയറി. He didn't ring the calling bell but entered my house straight away. കോളിംഗ് ബെൽ അടിക്കുക റിംഗ് ദ കോളിംഗ് ബെൽ. കയറുക എൻ്റർ. ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് straight away. He didn't ring the calling bell but entered my house straight away. അവൻ കോളിംഗ് ബെൽ അടിച്ചില്ല, ഉടനെ എൻ്റെ വീട്ടിൽ കയറി. അറസ്റ്റിൻ്റെ കാരണം അറിയാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവനെ അറസ്റ്റ് ചെയ്യുകയും അവരോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്തു. Despite my best efforts to know the reason for the arrest, the police officials arrested and took him with them. അറസ്റ്റിൻ്റെ കാരണം റീസൺ ഫോർ ദ അറസ്റ്റ്. അറിയുക നോ. എന്നിട്ട് പോലും ഡെസ്പൈറ്റ്. പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഒഫീഷ്യൽസ്. അവരോടൊപ്പം കൊണ്ടുപോവുക ടേക്ക് വിത്ത് ദം. Despite my best efforts to know the reason for the arrest, the police officials arrested and took him with them. അറസ്റ്റിൻ്റെ കാരണം അറിയാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവനെ അറസ്റ്റ് ചെയ്യുകയും അവരോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്തു. പ്രതിഷേധ റാലിക്കിടെ പാർട്ടി പ്രവർത്തകർ പൊതുഗതാഗത ബസ്സുകൾക്ക് കേടുപാടുകൾ വരുത്തി. During the protest rally, the party activists caused damage to the public transport buses. പ്രതിഷേധ റാലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രൊട്ടസ്റ്റ് റാലി. പ്രതിഷേധ റാലിക്കിടെ ഡ്യൂറിംഗ് ദ പ്രൊട്ടസ്റ്റ് റാലി. പാർട്ടി പ്രവർത്തകർ പാർട്ടി ആക്ടിവിസ്റ്റ്. പൊതുഗതാഗത ബസ്സുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസ്. കേടുപാടുകൾ ഡാമേജ്. During the protest rally, the party activists caused damage to the public transport buses. പ്രതിഷേധ റാലിക്കിടെ പാർട്ടി പ്രവർത്തകർ പൊതുഗതാഗത ബസ്സുകൾക്ക് കേടുപാടുകൾ വരുത്തി. സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ തൻ്റെ നിയമനം റദ്ദാക്കരുതെന്ന് അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. He is requesting the court not to annul his appointment as an associate professor at the university. സർവകലാശാല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂണിവേഴ്സിറ്റി. നിയമനം അപ്പോയിൻമെൻറ്റ്. റദ്ദാക്കുക അനൽ. He is requesting the court not to annul his appointment as an associate professor at the university. സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ തൻ്റെ നിയമനം റദ്ദാക്കരുതെന്ന് അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ അവനെ സ്വകാര്യ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സിൻസ് ദ ആംബുലൻസ് ഡ്രൈവർ വാസ് ഇൻ അവൈലബിൾ, ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇൻ എ പ്രൈവറ്റ് കാർ. ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ ആംബുലൻസ് ഡ്രൈവർ വാസ് ഇൻ അവൈലബിൾ. സ്വകാര്യ കാറിൽ ഇൻ എ പ്രൈവറ്റ് കാർ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ടേക്ക് ടു ദ ഹോസ്പിറ്റൽ. സിൻസ് ദ ആംബുലൻസ് ഡ്രൈവർ വാസ് ഇൻ അവൈലബിൾ, ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇൻ എ പ്രൈവറ്റ് കാർ. ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ അവനെ സ്വകാര്യ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചു. Their case was once again taken up for consideration today. വീണ്ടും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് once again. പരിഗണിക്കുക കൺസിഡർ. Their case was once again taken up for consideration today. ഇവരുടെ കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചു. രാവിലെ 6 മണിക്ക് എല്ലാവരെയും ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ അനുവദിക്കും. Everybody will be allowed to enter the temple premises at 6 AM. എല്ലാവരും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവരിബഡി. അനുവദിക്കുക അലൗ. ക്ഷേത്ര പരിസരം ടെമ്പിൾ പ്രിമൈസസ്. പ്രവേശിക്കുക എൻ്റർ. എവരിബഡി വിൽ ബി അലൗഡ് ടു എൻ്റർ ദ ടെമ്പിൾ പ്രിമൈസസ് അറ്റ് 6 AM. രാവിലെ 6 മണിക്ക് എല്ലാവരെയും ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ അനുവദിക്കും. സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ഒരു അവിശ്വസനീയമായ രാജ്യമാണ് ഇന്ത്യ.
India is an incredible country with a rich tapestry of cultures, traditions and landscapes. സംസ്കാരങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൾച്ചേഴ്സ്. പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ്, പ്രകൃതി ദൃശ്യങ്ങൾ, ലാൻഡ്സ്കേപ്സ് എന്നിവ കൊണ്ട് ടെപ്പസ്ട്രി, അതായത് പല ഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച എന്തെങ്കിലും, അതാണ് ടെപ്പസ്ട്രി. സമ്പന്നമായ റിച്ച്, രാജ്യം കൺട്രി, അവിശ്വസനീയമായ ഇൻക്രെഡിബിൾ. India is an incredible country with a rich tapestry of cultures, traditions and landscapes. സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ഒരു അവിശ്വസനീയമായ രാജ്യമാണ് ഇന്ത്യ. അവർ ഒരു കാലത്ത് കമ്പനിയുടെ വിശ്വസ്തരും രഹസ്യ സൂക്ഷിപ്പുകാരുമായിരുന്നു. They were once loyal and secret keepers of the company. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് they. ഒരു കാലത്ത്, once. വിശ്വസ്തൻ, ലോയൽ. രഹസ്യ സൂക്ഷിപ്പുകാരൻ, സീക്രട്ട് കീപ്പർ. They were once loyal and secret keepers of the company. അവർ ഒരു കാലത്ത് കമ്പനിയുടെ വിശ്വസ്തരും രഹസ്യ സൂക്ഷിപ്പുകാരുമായിരുന്നു. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും പേപ്പർ ടിക്കറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാനും അവർ ആഗ്രഹിക്കുന്നു. They want to promote digital payments and reduce the use of paper tickets. പണമിടപാടുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പേയ്മെൻറ്റ്സ്. പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട്. ഉപയോഗം, യൂസ്. കുറയ്ക്കുക, റെഡ്യൂസ്. ആഗ്രഹിക്കുക, വാണ്ട്. They want to promote digital payments and reduce the use of paper tickets. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും പേപ്പർ ടിക്കറ്റുകളുടെ ഉപയോഗം കുറയ്ക്കാനും അവർ ആഗ്രഹിക്കുന്നു. സിനിമയ്ക്ക് വരുന്ന ആകർഷകമായ അവലോകനങ്ങൾ നടനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും പ്രശംസിക്കുന്നു. Riveting reviews coming for the movie praise both the actor and its content. ആകർഷകമായ അല്ലെങ്കിൽ വളരെ രസകരമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിവറ്റിംഗ്. അവലോകനങ്ങൾ, റിവ്യൂസ്. നടൻ, ആക്ടർ. ഉള്ളടക്കം, കണ്ടന്റ്. പ്രശംസിക്കുക, പ്രൈസ്. റിവറ്റിംഗ് റിവ്യൂസ് കമ്മിങ് ഫോർ ദ മൂവി പ്രൈസ് ബോത്ത് ദ ആക്ടർ ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. സിനിമയ്ക്ക് വരുന്ന ആകർഷകമായ അവലോകനങ്ങൾ നടനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും പ്രശംസിക്കുന്നു. വാർത്തയിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. He was elated with the news. വാർത്ത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂസ്. അതിയായി സന്തോഷിക്കുക, ഇലേറ്റ്. He was elated with the news. വാർത്തയിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നു. The prices of vegetables are skyrocketing. പച്ചക്കറികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെജിറ്റബിൾസ്. വില, പ്രൈസ്. കുതിച്ചുയരുക, സ്കൈ റോക്കറ്റിംഗ്. ദ പ്രൈസസ് ഓഫ് വെജിറ്റബിൾസ് ആർ സ്കൈ റോക്കറ്റിംഗ്. പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നു. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളും കേരളത്തിലെ ശാന്തമായ കായലുകളും ഞങ്ങൾ ആസ്വദിച്ചു. വി എൻജോയ്ഡ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി ആൻഡ് ദ സെറീൻ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. തിരക്കേറിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബസ്ലിംഗ്. തെരുവുകൾ, സ്ട്രീറ്റ്സ്. ശാന്തമായ, സെറീൻ. കായലുകൾ, ബാക്ക്വാട്ടേഴ്സ്. വി എൻജോയ്ഡ് ദ ബസ്ലിംഗ് സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി ആൻഡ് ദ സെറീൻ ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളും കേരളത്തിലെ ശാന്തമായ കായലുകളും ഞങ്ങൾ ആസ്വദിച്ചു. അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. ഹി റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അടിയന്തര അല്ലെങ്കിൽ പെട്ടെന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇമ്മീഡിയറ്റ്. വൈദ്യസഹായം, മെഡിക്കൽ അറ്റൻഷൻ. ആവശ്യമാണ്, റിക്വയർ. ഹി റിക്വയർസ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആഫ്റ്റർ ദ ഹ്യൂജ് സക്സസ് ഓഫ് ദ മൂവി. വൻ വിജയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹ്യൂജ് സക്സസ്. ശേഷം, ആഫ്റ്റർ. ഒരുപാട്, എ ലോട്ട് ഓഫ്. ലഭിക്കുക, റിസീവ്. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ്സ് ആഫ്റ്റർ ദ ഹ്യൂജ് സക്സസ് ഓഫ് ദ മൂവി. സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. ദ പോലീസ് ഹാവ് അപ്രിഹെൻഡഡ് ദ കീ സസ്പെക്ട് ഇൻ ദ കേസ്. മുഖ്യപ്രതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കീ സസ്പെക്ട്. പിടികൂടുക, അപ്രിഹെൻഡ്. ദ പോലീസ് ഹാവ് അപ്രിഹെൻഡഡ് ദ കീ സസ്പെക്ട് ഇൻ ദ കേസ്. കേസിലെ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് സംഭാവന നൽകുന്ന നിരവധി വിദ്യാഭ്യാസപരവും സാമൂഹികവും വൈകാരികവുമായ നേട്ടങ്ങൾ
യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. Traveling offers numerous educational, social and emotional benefits that contribute to children's holistic development. കുട്ടികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. സമഗ്രമായ ഹോളിസ്റ്റിക്, വികസനം ഡെവലപ്മെൻറ്റ്, സംഭാവന നൽകുക കോൺട്രിബ്യൂട്ട്, നിരവധി ന്യൂമറസ്, വിദ്യാഭ്യാസപരമായ എഡ്യൂക്കേഷണൽ, സാമൂഹികമായ സോഷ്യൽ, വൈകാരികമായ ഇമോഷണൽ, നേട്ടങ്ങൾ ബെനിഫിറ്റ്സ്, യാത്ര ചെയ്യുക ട്രാവൽ, വാഗ്ദാനം ചെയ്യുക ഓഫർ. Traveling offers numerous educational, social and emotional benefits that contribute to children's holistic development. കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് സംഭാവന നൽകുന്ന നിരവധി വിദ്യാഭ്യാസപരവും സാമൂഹികവും വൈകാരികവുമായ നേട്ടങ്ങൾ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. ഭാരമുയർത്തുക, ദീർഘനേരം നിൽക്കുക തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ രോഗികൾ ഒഴിവാക്കണം. Patients should avoid physical activities such as lifting weights and standing for a lengthy period of time. ഭാരം ഉയർത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഉയർത്തുക ലിഫ്റ്റ്, ഭാരം വെയ്റ്റ്. ദീർഘനേരം ലെങ്തി പീരീഡ് ഓഫ് ടൈം. നിൽക്കുക സ്റ്റാൻഡ്, ദീർഘനേരം നിൽക്കുക സ്റ്റാൻഡിംഗ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. തുടങ്ങിയ സച്ചാസ്, ശാരീരിക പ്രവർത്തനങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. രോഗികൾ പേഷ്യൻസ്, ഒഴിവാക്കുക അവോയ്ഡ്. പേഷ്യൻസ് ഷുഡ് അവോയ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡിംഗ് ഫോർ എ ലെങ്തി പീരീഡ് ഓഫ് ടൈം. ഭാരമുയർത്തുക, ദീർഘനേരം നിൽക്കുക തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ രോഗികൾ ഒഴിവാക്കണം. യാത്രക്കാർക്ക് വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ സൗകര്യം അവർ ആരംഭിച്ചു. They launched a new facility allowing passengers to book their tickets via WhatsApp. യാത്രക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പാസഞ്ചേഴ്സ്. അനുവദിക്കുക അലൗ. പുതിയ സൗകര്യം ന്യൂ ഫെസിലിറ്റി. തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലോഞ്ച്. അവർ they launched a new facility allowing passengers to book their tickets via WhatsApp. യാത്രക്കാർക്ക് വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ സൗകര്യം അവർ ആരംഭിച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിലവിലുള്ള ധനസഹായം നിർത്തലാക്കും. The ongoing subsidies for everyday commodities in supermarkets will be scrapped. നിത്യോപയോഗ സാധനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറിഡേ കമ്മോഡിറ്റീസ്. നിലവിലുള്ള ധനസഹായം ഓൺഗോയിങ് സബ്സിഡീസ്. നിർത്തലാക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ക്രാപ്പ്. The ongoing subsidies for everyday commodities in supermarkets will be scrapped. സൂപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിലവിലുള്ള ധനസഹായം നിർത്തലാക്കും. ജഡ്ജിയായി ആൾമാറാട്ടം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും ചെയ്തതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. A man was arrested for impersonating a judge and duping police officials. ആൾമാറാട്ടം നടത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇംപേഴ്സണേറ്റ്. പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഒഫീഷ്യൽസ്. കബളിപ്പിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂപ്പ്. A man was arrested for impersonating a judge and duping police officials. ജഡ്ജിയായി ആൾമാറാട്ടം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും ചെയ്തതിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിലെ താജ്മഹൽ, ജയ്പൂരിലെ ആകർഷകമായ മാർക്കറ്റുകൾ, ഗോവയിലെ ബീച്ചുകൾ, അതിഗംഭീരമായ ഹിമാലയം, വാരാണസിയുടെ ആത്മീയത എന്നിവ ഞങ്ങൾ ആസ്വദിച്ചു. We enjoyed the Taj Mahal in Agra, the vibrant markets of Jaipur, the beaches of Goa, the majestic Himalayas and the spirituality of Varanasi. ആകർഷകമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വൈബ്രന്റ്. അതിഗംഭീരമായ അല്ലെങ്കിൽ ഉജ്ജ്വലമായ അല്ലെങ്കിൽ രാജപ്രൗഢിയുള്ള എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മജസ്റ്റിക്. ആത്മീയത സ്പിരിച്വാലിറ്റി. ആസ്വദിക്കുക എൻജോയ്, ആസ്വദിച്ചു എൻജോയ്ഡ്. We enjoyed the Taj Mahal in Agra, the vibrant markets of Jaipur, the beaches of Goa, the majestic Himalayas and the spirituality of Varanasi. ആഗ്രയിലെ താജ്മഹൽ, ജയ്പൂരിലെ ആകർഷകമായ മാർക്കറ്റുകൾ, ഗോവയിലെ ബീച്ചുകൾ, അതിഗംഭീരമായ ഹിമാലയം, വാരാണസിയുടെ ആത്മീയത എന്നിവ ഞങ്ങൾ ആസ്വദിച്ചു.
നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ സെൻറ്റൻസിലൂടെ ഒരുപാട് വൊക്കാബുലറീസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.